പഴമയെ ഉണർത്തുന്ന ഹരിത ഭംഗിയും പച്ചപ്പും നിറഞ്ഞ നമ്മുടെ പാലക്കാടിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാടിനെ അഭിമാനിക്കാൻ ഒരുപാട് സിനിമാ നടന്മാരുണ്ട് ഇന്ന് നമ്മൾക്ക്. എങ്കിലും പഴമയെ ഓർക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളുടെ തറവാട്ട് വീട് കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. പഴയകാല സിനിമകളിൽ നമ്മളുടെ മലയാളികൾക്ക് ഓർത്തു വയ്ക്കാൻ ഒരുപാട് നടന്മാരുണ്ട് നമ്മളുടെ കേരളത്തിൽ തന്നെ. അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിൽ നിന്ന് പോയിട്ട് തമിഴ്നാട്ടിൽ പോയി ഒരു നായക പദവി എന്ന് വെറുതെ ഒന്നും പറയുന്നതല്ല, അത്രയും തമിഴ്നാടിനെ ഇളക്കി മറിച്ച് ഭരിച്ച നായക കഥാപാത്രത്തിലൂടെ തന്നെ പിന്നീട് മുഖ്യമന്ത്രി വരെ ആയ MGRയുടെ വീട് കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. ആ ചുവർ ചിത്രം കണ്ടിട്ട് നിന്നതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് അവിടെ നിന്ന് ഞങ്ങൾ നോക്കിയിട്ടാണ് വന്നത്. ഇവിടെയുള്ള വീടുകൾക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ആ പഴയ കാലത്തെ ഓടിട്ട വീടും അത് പോരാത്ത എന്താ പറയുക, ഈ ഓലപ്പുര മേഞ്ഞ വീടുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ആ പച്ചപ്പൊക്കെ ഭംഗി അങ്ങനെ തന്നെയുണ്ട്. ഭംഗിയാണെങ്കിലും ഒരു പുരോഗമനം വലിയതായിട്ടില്ല എന്ന് തന്നെ പറയാം. അതുപോലൊരു നാട്. എൻ്റെ വീടടക്കം പാലക്കാട് മിക്ക വീടുകളും ഓടിട്ട വീടുകൾ തന്നെയാണ്. ഒരുപാട് പുരോഗമിക്കുമ്പോഴും വലിയ വലിയ ബിൽഡിങ്ങുകൾ പൊങ്ങുമ്പോഴും ഞങ്ങളിപ്പോഴും സാധാരണ ആൾക്കാർ തന്നെയാണ്. അത് ഓർമ്മപ്പെടുത്തുന്ന ഒരു നാടെന്ന് പറയുന്നത് പാലക്കാട്ടിൽ തന്നെ ഉൾഗ്രാമങ്ങളിൽ പോയാലാണ് അങ്ങനെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വടവന്നൂരാണ്. വടവന്നൂർ ജംഗ്ഷനാണ്. ഇതെല്ലാം നമ്മൾ കാണിച്ച ഭാഗം മുഴുവൻ വടവന്നൂർ തന്നെയാണ്. വടവന്നൂർ ജംഗ്ഷനിൽ പട്ടത്തലച്ചി അമ്പലം അവിടെയുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡിലൂടെ വേണം നമ്മൾക്ക് പോവാനായിട്ട്. MGRന്റെ വീട്ടിൽ പോണ വഴി MGRന്റെ വീട്ടിൽ പോണ വഴി നമ്മളെവിടേക്ക് പോണ അല്ല ഇങ്ങനെ പോണം. അവിടേക്കാണ് ഇവിടേക്കാണ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ഒന്നുമില്ല അമ്മ ടെൻഷനാകല്ലേ. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ മന്നത്ത് ദേവി ക്ഷേത്രം അവിടെ കാണുന്നുണ്ട്. നമ്മൾ ഈ പരിസരത്തൊന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ആ ദേവി ക്ഷേത്രത്തിൽ എന്തോ ഉത്സവം കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. അതിൻ്റെ സൈഡിലൂടെ പോകുന്ന റോട്ടിലൂടെ വേണം നമ്മൾ പോകാനായിട്ട്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ എവിടെയാണ് വീട് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് ഉള്ളിൽ പോകാൻ ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് തന്നെ പോകണം. ആരോ മാർക്കുണ്ടെങ്കിലും കുറച്ച് ഉള്ളിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് പാലക്കാട് വടവന്നൂരാണ്. MGRന്റെ വീട് കാണാൻ വന്നിരിക്കുന്നത്. നമുക്ക് അകത്ത് പോയാലോ? അത് പോകാൻ പറ്റും. തമിഴ് സിനിമയിലും രാഷ്ട്രീയത്തിലും ഇതിഹാസ പുരുഷനായ മരുതൻ ഗോപാലൻ രാമചന്ദ്രൻ MGR 1917 ജനനം. ശ്രീലങ്കയിലാണ് ജനിച്ചത്. 1936 സതി ലീലാവതിയിലൂടെ സിനിമയിലേക്ക്. രാജകുമാരിയിൽ നായകനായി അഭിനയിച്ചു. 1977 ആദ്യമായി ഒരു നടൻ മുഖ്യമന്ത്രിയായി തമിഴ്നാട് ഭരിച്ചു. ഒരു തമിഴ് നടൻ, തമിഴ് മുഖ്യമന്ത്രി, അവരെക്കുറിച്ചൊക്കെ നമ്മൾ എന്തിനാണ് അറിയുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്?
അതറിയണമെങ്കിൽ വടവന്നൂരുള്ള MGR മെമ്മോറിയൽ എന്ന ഈ വീട്ടിൽ വരണം. MGRൻ്റെ അമ്മയും അച്ഛൻ്റെയും ചില അവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ വൃത്തിയാക്കി കൊണ്ട് നടക്കുന്നത്. ഇപ്പോഴും പഴമയെ സ്നേഹിക്കുന്ന പഴയ രീതിയിൽ തന്നെയാണ് അവിടമെല്ലാം ഉള്ളത്. നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റും. ആര് വന്നാലും അത് പൂട്ടി ലോക്ക് ചെയ്ത് വെച്ചിരിക്കൊന്നുമല്ല, നമുക്ക് തുറന്നിട്ട് അകത്ത് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം അവിടെ എന്താണ് ഉള്ളതെന്ന്. നമ്മൾ തുറന്നതും ആദ്യം തന്നെ കാണുന്നത് കല്ല് കൊണ്ട് കൊത്തി നിർമ്മിച്ച ഒരു പ്രതിമയാണ്. MGR പ്രതിമയാണ് അവിടെയുള്ളത്. അതുകൂടാതെ പണ്ട് ഉപയോഗിച്ച അടുക്കളയാണിത്. അവിടെ അതുപോലെ തന്നെ ഉപയോഗിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ട്. അവിടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിനെ ഭരിച്ച ആളാണ് പറയും. MGR അഭിനയിച്ച സിനിമയും കിട്ടിയ പുരസ്കാരങ്ങളും എല്ലാം ഭദ്രമായി ഫോട്ടോയിൽ ഇവരിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ റൂം ഫുള്ളായിട്ട് ഓരോരോ പുരസ്കാരം വാങ്ങുമ്പോഴും ഉണ്ടായിരുന്ന ആ ഫോട്ടോയും അതേപോലെ തന്നെ സിനിമയിലത്തെ ഓരോരോ റോളുകളുടെ ഫോട്ടോയും അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് അതിനകത്തോട്ട് കയറി എല്ലാം നന്നായിട്ട് കാണാനായിട്ട് പറ്റും. ഏതൊക്കെ സിനിമയാണ് അഭിനയിച്ചിരിക്കുന്നത്, പണ്ട് കാലത്തെ സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെയുള്ളവർക്ക് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും പഴയ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എല്ലാ സിനിമയുടെയും ഓരോ സീനിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അവർ ഏത് സിനിമയാണെന്നുള്ളത് പേര് സഹിതം ഏത് വർഷമാണ് അതെല്ലാം വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 139 തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അവിടെ എത്ര സിനിമയാണെന്നുള്ളതും വരും എല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശ്രീലങ്കയിൽ ജനിച്ച MGRന് എന്തിനാണ് വടവന്നൂർ ഇങ്ങനെ ഒരു സ്മാരകം വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ എന്തായാലും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഞാനും അതുപോലെ തന്നെയാണ് ചിന്തിച്ചത്. പക്ഷേ MGR ശ്രീലങ്കയിൽ ജനിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവ് ഭൂപാലൻ മേനോൻ വടവന്നൂർ സ്വദേശിയായിരുന്നു. അതുകൊണ്ട് തന്നെ MGR ചെറുപ്പത്തിലേ ഇവിടെ നിന്ന് പോയെങ്കിലും പിന്നീട് ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടെന്നും തറവാട്ട് വീട് അതുപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നും അതൊരു സ്മാരകശിലയായിട്ട് ഭാവിയിൽ വരണമെന്നും MGR ചിന്തിച്ചത് കൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെയുള്ളത്. അതുകൂടാതെ ഫ്രണ്ടിലായിട്ട് അച്ഛനും അമ്മൻ്റെയും ശിലയും എല്ലാം വെച്ചിട്ടുണ്ട്. ഇന്നും അവിടെ ഒരു അംഗൻവാടിയും അങ്ങനെ എല്ലാം ഉണ്ട്. എന്തായാലും നമ്മളുടെ നാടിനെ അഭിമാനിക്കാനായിട്ട് ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത്. ഇങ്ങനെ ഒരാൾ നമ്മുടെ നാട്ടുകാരനാണ് എന്നുള്ളതിൽ നമ്മൾക്ക് അഭിമാനിക്കാം. അവിടെ ഒരു വലിയൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ. MGR സാറിനൊക്കെ വിളിക്കുന്ന അത്ര വലിയ ലെജൻഡായ അങ്ങനെ ഒരാളുടെ ഞങ്ങൾ വിളിച്ചാൽ മലയാളത്തിൽ വിളിക്കുമ്പോൾ നമ്മൾ ഈ റൂം ഫുള്ളായിട്ട് MGR സാറ് അഭിനയിച്ചതും അതേപോലെ പുരസ്കാരങ്ങൾ വാങ്ങിയതുമായ എല്ലാ ചിത്രങ്ങളും ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇതുപോലെ തന്നെ സൂക്ഷിക്കുന്നതിന് അവർക്ക് എന്തായാലും ഒരു വലിയ താങ്ക്സ് പറയണം. കാരണം പഴമയെ അതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്.
MGR സ്മാരക അംഗൻവാടി. നല്ല വൃത്തിക്കും നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല എന്താ പറയുക, എല്ലാം അതേപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിന് കറക്റ്റായിട്ട് പറ്റിയൊരു സ്ഥലം കിട്ടി. ചൂടാവുന്നില്ലേ കൂടുതലേക്ക്? കുട്ടികൾക്ക് വന്ന് വെച്ചാൽ അംഗൻവാടി ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഇവിടെ കുറച്ച് കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ വ്യത്യാസമൊന്നും അവർ വെച്ചിട്ടില്ല തോന്നല്ലേ? ഇതൊക്കെ മാറ്റിയിട്ട് അതിന് പകരം ഇപ്പം എല്ലാം നീറ്റാക്കി പുതിയതായിട്ട് പണിത് തോന്നുന്നു. അതാണ് പെയിൻ്റൊക്കെ കറക്റ്റായിട്ട് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അതാരാണ് കേട്ടാ? ഇതൊക്കെ ഇത് രണ്ടും ആരാണ്? MGRന്റെ അച്ഛനും അമ്മയും ആയിരിക്കും കേട്ടോ, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അച്ഛനമ്മ ആയിരിക്കില്ലേ? സിംഗം രത്ന. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലങ്കോടുള്ള ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ അടുത്ത വീഡിയോ ചിങ്ങഞ്ചിറയാണ്. ആരും കാണാൻ മറക്കരുത്. ബായ്.